ഹായ്, ഞാൻ ഹീലർ ഷാജാൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണ രീതിയും ജീവിതശൈലിയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എത്രത്തോളം ഭക്ഷണം കഴിക്കണം, അമിത ഭക്ഷണം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് നോക്കാം. എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? അതിന് പ്രകൃതിയിൽ ഒരു ഉത്തരമേ ഉള്ളൂ: വിശക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. വിശക്കുമ്പോൾ കഴിക്കാനുള്ളതാണല്ലോ ആഹാരം. അല്ലാതെ വിശപ്പില്ലാതെ നമ്മൾ കുറെ ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മൾ ശരീരം ആവശ്യപ്പെടാതെ കൊടുക്കുന്നതാണ്. ശരീരത്തിലെ ആ പ്രവർത്തനത്തിന് ശരീരം തയ്യാറല്ല. വിശപ്പിലൂടെയാണ് നമ്മുടെ ശരീരം ഭക്ഷണം ആവശ്യമാണെന്നും അതിനെ കിട്ടിയാൽ ദഹിപ്പിക്കാനും അതുപോലെ ശരീരത്തിന് വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കാനും തയ്യാറാണെന്ന് നമ്മളെ അറിയിക്കുന്നത് വിശപ്പിലൂടെയാണ്. അപ്പോൾ വിശക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ശരിയായ സമയം എന്താണ്? അത് സമയം നോക്കിയിട്ടാണോ? അല്ല, വിശക്കുമ്പോൾ എപ്പോൾ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നു, എപ്പോൾ നമുക്ക് വിശക്കണോ ആ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണമാണ് ശരീരം പെട്ടെന്ന് ദഹിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ എനർജികളാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ രസത്തിൽ നിന്നും ബ്ലഡും, ബ്ലഡിൽ നിന്ന് മാംസവും, മാംസത്തിൽ നിന്ന് മജ്ജയും, മജ്ജയിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് സ്പേമും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന് കൃത്യമായി പ്രകൃതിയിൽ ഒരു സൈക്കിളുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിവിധ അവയവങ്ങളെ സഹായത്തോടെ ശരീരമായിട്ടും അതുപോലെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട എനർജികളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ഇനി എത്ര ഭക്ഷണമാണ് കഴിക്കേണ്ടത്? അതും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ വിശപ്പ് മാറുന്നവരാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കുത്തി നിറച്ചുകൊണ്ട് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് ശരീരത്തിന് പ്രവൃത്തി കൂടുക എന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നും അതുകൊണ്ടില്ല. ശരീരം ആവശ്യമുള്ളതോട് എടുക്കുക. ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എനർജികൾ, അതുപോലെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള എനർജി മാത്രമേ ശരീരം എടുക്കുകയുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. അല്ലാതെ കൂടുതലായി ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് കൂടുതൽ ഗുണങ്ങളൊന്നും കിട്ടാല്ല. എങ്ങനെ ഭക്ഷണം കഴിക്കണം? നമ്മൾ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. തീർച്ചയായും ഒരനുഭവം നമ്മൾ അനുഭവിക്കുന്നത് രുചി, മണം, സ്പർശനം, കാഴ്ച, കേൾവി, ഇങ്ങനത്തെയൊക്കെ അനുഭവത്തിലൂടെയാണ്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ സ്പർശിക്കുകയാണ് വേണ്ടത്. ഭക്ഷണത്തെ സ്പർശിക്കുകയും അതിനെ കാണുകയും അതുപോലെ രുചിക്കുകയും ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടുന്നത്. ഒരു ഭക്ഷണത്തിന് നമ്മുടെ മൂക്കൊക്കെ അടക്കുമ്പോൾ ഭക്ഷണത്തിന് രുചി കുറവായി നമുക്ക് തോന്നാറുണ്ട്. അതിന് കാരണം അതിൻ്റെ മണം എന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഉണരുന്നുണ്ട്. അതിനെ സ്പർശിക്കുകയും നമ്മുടെ നാവിൻ്റെ മുൻപകുതിയിൽ വെക്കുമ്പോൾ അതിനെ സെൻസ് ചെയ്യുന്നതായ ഭാഗങ്ങൾ നാവിലുണ്ട്. അപ്പോൾ എരിവ്, മധുരം, പുളി, ഉപ്പ്, കയ്പ്പ്, ചവർപ്പ് എന്നിവയുള്ളൊക്കെ രുചികൾ നമ്മുടെ നാവിലൂടെ നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഭക്ഷണത്തെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് തന്നെ വളരെ സാവധാനം ചവച്ചരച്ചാണ് കഴിക്കേണ്ടത്. എത്രത്തോളം ചവച്ചരക്കണം എന്ന് ചോദിച്ചാൽ ആ ഭക്ഷണത്തിന്റെ രുചി മായുന്നത് വരെ നമ്മൾ ചവച്ചരക്കണം. ഇങ്ങനെ ചവച്ചരക്കുമ്പോൾ അതിൽ കൂടുതൽ ഉമിനീർ ഭക്ഷണത്തിൽ അലിയുകയും അതിൽ നിന്ന് തന്നെ പകുതി ദഹനം കഴിഞ്ഞു. ഉമിനീർ എത്രത്തോളം ഭക്ഷണത്തോടൊപ്പം കൂടുന്നു അത്ര പെട്ടെന്ന് തന്നെ ഭക്ഷണം ദഹിക്കും. അതുകൊണ്ട് തന്നെ ഉമിനീർ ധാരാളം കൂടുന്ന രൂപത്തിൽ സാവധാനം ചവച്ചരച്ച് ആ ഭക്ഷണത്തിന്റെ മണവും രുചിയും നമ്മൾ സെൻസ് ചെയ്തുകൊണ്ട് തന്നെ ഭക്ഷിക്കണം. അതാണ് ശരിയായി നമ്മൾ ഭക്ഷിക്കേണ്ട രീതി. ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ ക്രമീകരണം ശരിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയങ്ങൾ തികച്ചും ആധികാരികമായതും
നമ്മുടെ മുൻകഴിഞ്ഞ ഹീലർമാരുടെ അനുഭവത്തിലും അവരുടെ പഠനത്തിലും അക്യുപഞ്ചർ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും ഊന്നിയതുമാകുന്നു. തീർച്ചയായും ഇങ്ങനത്തെ വിവരങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. തികച്ചും ഈ കാര്യങ്ങൾ പിൻപറ്റുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റം വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.